വി വിനോദ്, ന്യൂസ് 18 തിരുവനന്തപുരം. ഭീഷ്മയും കൊണ്ടുള്ള സംഭാഷണമാണ്. ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ നാളായി വീഡിയോ ഒക്കെ എടുത്തിട്ട്. ഇപ്പം ഞാൻ ഏകദേശം ഇട്ടിട്ട് ഒരു 8 മാസമായി വീഡിയോ ഒക്കെ ഇട്ടിട്ട്. ഇപ്പം പുതിയ കണ്ടന്റ്, ഇപ്പം പുതിയത് നടന്നുകൊണ്ടിരിക്കില്ല, ഷാരോൻ്റെ വധക്കേസ്. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നു. നിങ്ങൾ ഫസ്റ്റ് ആ വീഡിയോ കണ്ടിട്ട് ബാക്കി ഞാൻ നിങ്ങൾക്ക് മാക്സിമം ഷെയർ ചെയ്യാം. ഇതിനിടെ ഷാരോൺ പകർത്തിയ ദൃശ്യങ്ങൾ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള തെളിവ്. ഗ്രീഷ്മയ്ക്ക് കുരുക്കുമുറുക്കിയതിൽ നിർണായകമായത് ആ ദൃശ്യങ്ങളായിരുന്നു. തെളിയിക്കാൻ ഏറെ പ്രയാസമുള്ള കേസിലാണ് ഷാരോൺ വധത്തിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ ഉറപ്പാക്കിയത്. മുഖ്യപ്രതിക്ക് വധശിക്ഷ ലഭിച്ചപ്പോൾ അന്വേഷണ സംഘത്തിനും പ്രോസിക്യൂഷനും അഭിമാനിക്കാൻ ഏറെയുണ്ട്. ഡിജിറ്റൽ തെളിവുകളും സാഹചര്യ തെളിവുകളും കേസിൽ നിർണായകമായി. കണ്ടല്ലോ, എനിക്ക് 2-3 കാര്യം കുറച്ച് പറയാനുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ വിധി നടപ്പിലാവുമെന്ന്? 90.9% വിധി നടപ്പിലാവുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. ഈ വിധി നടപ്പിലാവണം തന്നെ ചെയ്യണം. ഈ തൂക്കുകയറിൻ്റെ ഇത് 10-30 വർഷം കൊണ്ട് ഇത് നിലവിൽ കിടപ്പുണ്ട്. ഇത് 1930-ലാണെന്ന് തോന്നുന്നു ടിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റിയത്. പിന്നെ അത് കഴിഞ്ഞ് കുറേ ഇരകൾ വന്നിട്ടുണ്ടെങ്കിലും ഇതായിട്ട് പോയിട്ടില്ല. പിന്നെ ഇപ്പം ഈ ഗ്രീഷ്മയുടെ സംബന്ധമായിട്ട് ഈ കോടതി സുപ്രീം കോടതി പോവും, പിന്നെ ഹൈക്കോടതി പോവും. ഈ വിധി നടപ്പിൽ തന്നെ ആവണം. ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞപ്പോൾ ഉള്ളവർ വെറുതെ വിടല്ലേ, ഇവളെയൊക്കെ തൂക്കിക്കയറ്റണം. പിന്നെ ഇപ്പം നികുതി പണം കൊണ്ട് ഇവരെയൊക്കെ തീറ്റിപ്പൊട്ടുന്നുണ്ട്. ഇനിയിപ്പം ആ ഒരു ഇത് മാറിക്കിട്ടിട്ടുണ്ട്. പിന്നെ പൊതുവെ സ്ത്രീകൾക്കൊരു ഇതുണ്ട്, അവർക്ക് വലിയ മുൻഗണന. ആ ഒരു എന്തായാലും ഇത് മാറിക്കിട്ടി. എന്തായാലും ഈ വിധി വന്ന നല്ല കാര്യം. ഈ പുരുഷന്മാരെ പറ്റിക്കുന്ന സ്ത്രീകൾക്കുള്ള താൽക്കീരാണിത്. അത് നടപ്പിൽ തന്നെ ആവണം. പിന്നെ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഇവള് മാധ്യമങ്ങളോട് പറഞ്ഞ് 38 വയസ്സ് വരെ ജീവിക്കുമെന്ന്. അതെന്തായാലും മാറിക്കിട്ടി. പിന്നെ പൊതുവെ സ്ത്രീകൾക്കൊരു താൽക്കീതുണ്ട്. ഇങ്ങനത്തെ ഉള്ളവരെ ആരെയും വെറുതെ വിടല്ലേ. ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടും ഈ ഒരു ചതി കാണിക്കുന്നവരെയും, ഇത് എന്തും ആയിക്കോട്ടെ, പ്രണയമായാലും എന്തും ആയിക്കോട്ടെ. ഇതിപ്പോൾ ഞാൻ ഈ പ്രണയിക്കുന്നിടത്ത് ഒരു കുറച്ച് കാര്യം ഞാൻ പറയാം. നിങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ പറ്റത്തില്ലെങ്കിൽ പറ്റത്തില്ലെന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഇത് പ്രണയിക്കാൻ നിൽക്കല്ലേ ആരും. അത് പ്രണയം ആരായാലും ശരി. പിന്നെ ഈ ഗ്രീഷ്മ എന്ന് പറഞ്ഞ ഇവള് ഇപ്പം മോള് മാധ്യമങ്ങളോട് പറഞ്ഞു 38 വർഷം ആയിട്ടേ അവള് ജീവിക്കാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത് മാറിക്കിട്ടി. ഇവള് ഒഴുകണം. കത്തിയോ കമ്പിപ്പാരയോ തോക്കോ അങ്ങനെ പ്രത്യക്ഷത്തിൽ കണ്ടെത്താൻ കഴിയുന്ന ആയുധങ്ങളൊന്നുമില്ലാതെ നടത്തിയ കൊലപാതകം. പാമ്പിനെ കൊണ്ട് ഉത്തരയെ കടുപ്പിച്ചു കൊന്ന വഞ്ചനയുടെ മറ്റൊരു വശം. പാരാക്വറ്റ് എന്ന കളനാശിനി ഒരിക്കലും ശരീരത്തിൽ നിന്ന് കണ്ടെത്താനാവാത്ത വിധം നടത്തിയ അരുംകൊല. മൊഴികളിൽ നിന്ന് ലഭിച്ച വിവരവും ശാസ്ത്രീയ തെളിവുകളുമാണ് കേസിലെ വഴിത്തിരിവ്. ഏറ്റവും ഒടുവിൽ ഗ്രീഷ്മയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ റിജിൻ എന്ന സുഹൃത്തിനെ ഷാരോൺ ഒപ്പം കൂട്ടില്ലായിരുന്നുവെങ്കിൽ ഈ കേസിന്റെ ഗതി തന്നെ മറ്റൊന്നാകുമായിരുന്നു. പച്ച നിറത്തിൽ ഷാരോൺ ഛർദ്ദിക്കുന്നത് കണ്ടെന്ന റിജിന്റെ മൊഴി നിർണായകമായി. കളനാശിനിയുടെ സാന്നിധ്യം ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആന്തരിക അവയവങ്ങളിലോ പോലും ഉണ്ടായിരുന്നുമില്ല. ശരീരഭാഗങ്ങൾ അഴുകിപ്പോയതും 3 പ്രാവശ്യം ഡയാലിസിസ് നടത്തിയതുമാണ് തെളിവുകൾ നഷ്ടപ്പെടാൻ കാരണമായത്. ഫോണുകൾ പരിശോധിച്ചതിലൂടെ ചില തെളിവുകൾ കിട്ടിയ അന്വേഷണ സംഘം ചോദ്യം ചെയ്യൽ കടുപ്പിച്ചതോടെ കളനാശിനിയുടെ വിവരങ്ങൾ പുറത്തു വന്നു. പാരാക്വറ്റ് കമ്പനിയുടെ ഒറീസയിലെ ഫാക്ടറി വരെ അന്വേഷണ സംഘം എത്തി. യൂട്യൂബിൽ തിരച്ചിൽ നടത്തിയത് പ്രതിക്ക് വിനയായി. ഷാരോൺ വധക്കേസിലെ ഈ കേസ് ഒരു സാക്ഷികളില്ല. സൈബർ ഇതിൻ്റെ രീതിയിൽ വെച്ച് കയറി മുമ്പോട്ട് പോയിട്ടുണ്ട്.
അതിന് ഞാൻ കേരളത്തിന് ബിഗ് സല്യൂട്ട് ഞാൻ കൊടുക്കും. ഇത് ഇങ്ങനത്തെ ഉള്ള കേസുകൾ കൊണ്ടുവരണം, പുറത്ത് കൊണ്ടുവരണം. എന്തായാലും ഈ കള്ളങ്ങൾ എന്തായാലും അധികം നാൾ മുമ്പോട്ട് പോകത്തില്ല, ഒരു നാൾ പിടിക്കപ്പെടും. നമുക്ക് ഷാരോൺ വിഷം കുടിച്ച സമയത്ത് ആ ഗ്രീഷ്മയോട് പറഞ്ഞ ആ വോയിസ് നമുക്ക് ആ റെക്കോർഡ് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ചാട്ടനൊക്കെ വന്നു, പക്ഷെ ചാട്ടൻ്റെ അടുത്തൊന്നും പറയാൻ പറ്റൂലല്ലേ, ഇതേപോലെ കഷായം കുടിച്ചാൽ. ഞാൻ വീട്ടിൽ പറഞ്ഞ ഒരു മറ്റേ നമ്മൾ അന്ന് കുടിച്ചില്ല ഒരു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞത്, ഒരു കയ്പുള്ള നമ്മളന്ന് കുടിച്ചില്ലേ, അതേപോലത്തെ ഒരു സാധനം കുടിച്ചെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അത് കുടിച്ചതോട്ട് ഛർദ്ദിൽ തുടങ്ങിയെന്നാണ് ഞാൻ വീട്ടിൽ പറഞ്ഞത്. പക്ഷെ എനിക്ക് ഈ ജ്യൂസിന് എന്തോ ഡൗട്ട് തോന്നണ്. അതൊരു നോർമൽ ടേസ്റ്റ് ആയിരുന്ന, കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ അത് റിയാക്ട് ആയതാണോ എന്തോ. നിങ്ങളിത് കേട്ടല്ലോ, ഇത് ഷാരോനും ഗ്രീഷ്മയും കൊണ്ടുള്ള സംഭാഷണമാണ്. ഇവൾമാരെപ്പോലുള്ളവരെ വെറുതെ വിടല്ലേ. പിന്നെ ഈ ഗ്രീഷ്മയെന്ന് പറഞ്ഞ പൊന്നാര മോക്കൊരു ആലോചന വന്നു. ഈ കല്യാണത്തിന് ആലോചന വന്നപ്പം ഇവളെടുത്ത ഒരു മണ്ടത്തരം തീരുമാനമാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇതെന്തായാലും കേസ് മുമ്പോട്ട് തന്നെ പോകണം, ഇവളെ തൂക്കി കയറ്റി തന്നെ ചെയ്യണം. ഇവക്ക് എന്തായാലും അർഹതപ്പെട്ട ശിക്ഷ തന്നെ കിട്ടിയത്, തൂക്കേറ്, അത് ഇവക്ക് തന്നെ കിട്ടണം. ഇത് എല്ലാവർക്കും കൂടെ ഒരു പാഠം കഴിക്കണം. പിന്നെ ഇനി ഇങ്ങനത്തെ ഗ്രീഷ്മന്മാർ വേണ്ട. എന്തായാലും ഈ വീഡിയോ മാക്സിമം എല്ലാവരും കാണണം. ഇത് വെച്ച് ലോങ് വീഡിയോ ആയിരിക്കും ഇത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു സാറിൻ്റെ ഒരു വീഡിയോ കൂടെ കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. ഗ്രീഷ്മ ഈ അന്വേഷണ വേളയിൽ ഒരു സമയത്ത് പോലും അവൾ നടത്തിയ ആ ഒരു ഹീനകൃത്യത്തെക്കുറിച്ച് ഒരു പശ്ചാത്താപവും എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല. ഞാൻ വളരെ പേഴ്സണലായിട്ട് പല പ്രാവശ്യവും ചോദിച്ചിട്ടുണ്ട്, പക്ഷെ അവൾ അതിൽ റിഗ്രറ്റ് ചെയ്തതായിട്ട് ഒരു സമയം പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. വഴിതെറ്റിക്കാനായിട്ട് ആദ്യം ബന്ധുവിനോടൊപ്പം വന്ന് ആ ബന്ധുവിനോട് വീട്ടിൽ പോകണോ ജയിലിൽ പോകണോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങളന്ന് ചോദിച്ചത്. അവർ പറഞ്ഞു, സാർ വീട്ടിൽ പോകണം, എങ്കിലുള്ള കാര്യം പറയാൻ പറഞ്ഞു. അതിനുശേഷമാണ് ഗ്രീഷ്മ ഈ കേസ് ബ്രേക്ക് ചെയ്യുന്നത് തന്നെ. ശാസ്ത്രീയ തെളിവുകൾ അന്വേഷിക്കുന്നത് ഇപ്പോൾ പോലീസിന് വെല്ലുവിളിയല്ല. കാരണം നമ്മളെ ഡിപ്പാർട്ട്മെന്റ് അതിന് സജ്ജരാണ്. നമ്മുടെ ഉയർന്ന ഓഫീസേഴ്സ് എല്ലാം അത്തരം പരിശീലനങ്ങൾക്ക് വളരെയേറെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. കോൺസ്റ്റബിൾ മുതൽ DGP വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ഡിജിറ്റൽ എവിഡൻസിനെ കുറിച്ച് കൃത്യമായ അറിവുണ്ട്. അത് എക്സ്ട്രാക്ട് ചെയ്യുന്നതിന് അവർ ഞങ്ങളെ തീർച്ചയായിട്ടും നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ട്. അവരത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും കാലങ്ങൾ ഡിജിറ്റൽ എവിഡൻസുകൾ വളരെ ഇമ്പോർട്ടന്റ് ആയി മാറുമെന്ന് ഈ കോടതി വിധിയിൽ. നമുക്ക് പ്രേമത്തിൽ നിന്ന് മാറാം, പക്ഷേ കൊല ചെയ്തുകൊണ്ട് ഉള്ള ഒരു മാറ്റം ആവരുത് എന്നുള്ളതാണ്. അങ്ങയുടെ ഔദ്യോഗിക ജീവിതത്തിൽ എങ്ങനെയാണ് ഈ ശിക്ഷാവിധിയെ കാണുന്നത്? തീർച്ചയായിട്ടും ഈ ശിക്ഷാവിധി സമൂഹത്തിനൊരു മികച്ച സന്ദേശം നൽകുന്നുണ്ട്. അതുപോലെ എല്ലാ കമിതാക്കൾക്കുമുള്ള ഒരു സന്ദേശമാണ്. നമുക്ക് പ്രേമത്തിൽ നിന്ന് മാറാം, പക്ഷേ കൊല ചെയ്തുകൊണ്ട് ഉള്ള ഒരു മാറ്റം ആവരുത് എന്നുള്ളതാണ്. പിന്നീട് എനിക്ക് പറയാനുള്ളത്, ഏതൊരു കേസ് അല്ലെങ്കിൽ ഏതൊരു കുറ്റകൃത്യവും ശിക്ഷിക്കാൻ തക്കമുള്ള ഒരു എവിഡൻസ് ദൈവം അവിടെ ഇട്ടിട്ടുണ്ടാവും. ഏത് ക്രൈം പ്ലാൻ ചെയ്യുന്നവരോടും എനിക്ക് പറയാനുള്ള അതേ ഉള്ളൂ. നിങ്ങൾ ഈ കേസിൽ ആ ദൈവത്തിന്റെ കയ്യൊപ്പ് ഏതായിരുന്നു? ഈ കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പ് ജ്യൂസ് ചലഞ്ച് നടത്തിയ വേളയിൽ ഗ്രീഷ്മ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും ഷാരോൺ രാജ് അത് വീഡിയോ റെക്കോർഡ് ചെയ്തത് ഈ കേസിലെ ദൈവത്തിന്റെ കയ്യൊപ്പായി. ആ സാറ് പറയുന്ന വീഡിയോ കണ്ടല്ലോ. വീടുമാരെപ്പോലുള്ളവർ നമ്മൾ എന്താ ഇനി ചെയ്യേണ്ടത്? ഇനി ഷാരോന്റെ അമ്മ പറയുന്ന കുറച്ച് വോയിസും കൂടെ നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. അവളെ അമ്മയും കുറ്റക്കാരിയാണ്. അവളെ അമ്മയ്ക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു, വെറുതെ വിടരുതായിരുന്നു. എൻ്റെ പൊന്നുമോനെ ക്രൂരമായി കൊലപ്പെടുത്താൻ വേണ്ടി അവളും കൂട്ടുനിന്നതാണ്. അപ്പോൾ ആ സ്ത്രീക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു. ആ സ്ത്രീ ഒരു അമ്മയല്ലേ, ഞാനും ഒരു അമ്മയല്ലേ. ഞാൻ അനുഭവിക്കുന്ന വേദന എത്ര വലുതാണ്. അപ്പം അവളും അനുഭവിക്കണം, കുറച്ച് അവൾക്കും ശിക്ഷ കൊടുക്കണമായിരുന്നു. ചതിച്ച് കൊലപ്പെടുത്തി എൻ്റെ പൊന്നുമോനെ അവൾക്ക് പരമാവധി ഏറ്റവും വലിയ ശിക്ഷ തന്നെ കൊടുക്കണം. അവർ അമ്മ പറയുന്ന വോയിസ് കേട്ടല്ലോ.
ഇവൾമാരെ പോലുള്ളവരെ ആരെയും പോലും വെറുതെ വിടല്ലേ. ഇവക്ക് തൂക്കുകയറ് വാങ്ങിച്ചു കൊടുക്കണം. ഇപ്പം കുറേ പേര് നേതാക്കന്മാർ ഇറങ്ങും ഇവളുക്കുമാർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി. ഇതുവരെയായിട്ടും കണ്ടിട്ടില്ലാത്ത അവന്മാർക്ക് മാക്സിമം ഈ കേസ് എഴുതി തള്ളല്ലേ. ഇത് നമുക്ക് അർഹതപ്പെട്ട ശിക്ഷ തന്നെ വാങ്ങിച്ച് കൊടുക്കുക തന്നെ ചെയ്യണം. പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു. ഇനി അടുത്ത് നല്ല വീഡിയോ വരുന്നവരെ ബൈ. പിന്നെ മാക്സിമം ഇത് ഷെയർ ആക്കണം. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബറും കൂടെ ചെയ്യണം.